നന്ദിപുലം ഇടവകയിലാണ് നമ്മളിപ്പോഴുള്ളത്. നന്ദിപുലത്ത് ഇവിടെ പിണ്ടി ഡെക്കറേഷൻ മത്സരമൊന്നും നടക്കുന്നില്ലെങ്കിലും എല്ലാ വീടുകളിലും പരമാവധി എല്ലാ വീടുകളിൽ തന്നെയും വളരെ ഭംഗിയായിട്ട് പിണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മാക്സിമം പിണ്ടികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഫ്ലവർ വേസ് മോഡലാണ്. ഇത് ചെയ്തിരിക്കുന്നത് കൊളങ്ങര മാർട്ടിൻ ചേട്ടൻ്റെ വീട്ടിലാണ്. മാർട്ടിൻ ചേട്ടൻ്റെ വീട്ടിൽ അവരുടെ മക്കൾ ആൽഫിയും അനുവും ചേർന്നിട്ടാണ് ഈ ഒരു പിണ്ടി ഇത്ര മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലൂസി ചേച്ചിക്കും മാർട്ടിൻ ചേട്ടനും ആൽഫിക്കും അനുവിനും യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രണ്ട് ചൈന പേപ്പറിൻ്റെ ഷീറ്റ്സ് കൂട്ടി ഒട്ടിച്ചിട്ട് വേണം വേസിൻ്റെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേസിൻ്റെ പോർഷന് ആകെ വരുന്ന ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ആണ്. അതിൽ മുകളിലെ ഭാഗം നമുക്ക് വരുന്നത് 36 സെൻറ്റിമീറ്റർ ആണ് ഈ വിഡ്ത്ത് വരുന്നത്. ഈ വിഡ്ത്ത് 36 സെൻറ്റിമീറ്റർ വന്നതിന് ശേഷം താഴേക്ക് 34 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം അവിടെ വരുന്ന വിഡ്ത്ത് 21 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് താഴേക്ക് 35.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്, ഈ ഒരു പോർഷൻ വരുന്നുണ്ട്. ദെൻ അവിടെ വരുന്ന വിഡ്ത്ത് 32.5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് 44 സെൻറ്റിമീറ്റർ താഴെ വരുമ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് 45.5 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് പിന്നെ നമുക്ക് താഴോട്ട് വരുന്നത് 37.5 സെൻറ്റിമീറ്റർ ആണ്. ആകെ 150 സെൻറ്റിമീറ്റർ ആണ് ഈ വേസ് പോർഷൻ്റെ ഹൈറ്റ്. വേസിൻ്റെ ഏറ്റവും താഴെ വരുന്ന വിഡ്ത്ത് 23.5 സെൻറ്റിമീറ്റർ ആണ്. സാധാരണ കാണുന്ന പിണ്ടി ഡെക്കറേഷൻ ഐഡിയയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ ഐഡിയ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്ത മിടുക്കനെ എന്തായാലും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ട്യൂട്ടോറിയൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊരു ദീപാവലി ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റിൽ നിന്നാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഐഡിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്തത് ജോസഫാണ്. ജോസഫിനെ നമുക്ക് കാണാം. ഇതാണ് ജോസഫ്. അപ്പോൾ ജോസഫിന് ഒരു ചെറിയ ദീപാവലി ക്രാഫ്റ്റിനാണ് ഇത്രയും ഭംഗിയായിട്ട് ഒരു പിണ്ടി ഡെക്കറേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ജോസഫിനെ അറിയിക്കുകയാണ്. അമ്പതിരുന്നാളിന് നമ്മൾ പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന മോഡൽസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും നമുക്കിവിടെ തോട്ടിയാൻ റോബിനാണ് ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ പിണ്ടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രാഫ്റ്റ് കണ്ടോ, ഈ ഒരു വർക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്രാഫ്റ്റിനോട് താല്പര്യമുള്ള ആളാണ് റോബിൻ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ദിവാലി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടൻ ക്രാഫ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, യൂട്ടൻ ക്രാഫ്റ്റിൽ പിണ്ടി ഡെക്കറേഷൻ കാണുന്ന ആൾക്കാർ പിണ്ടി ഡെക്കറേഷൻ മാത്രമല്ല ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് പിണ്ടി ഡെക്കറേഷൻ എന്നുള്ള ഐഡിയാസ് ഒരുപാട് കിട്ടും. കാരണം ഇത് ഉപയോഗിച്ച് പിണ്ടി ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു മോഡലിലേക്ക് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റോബിൻ ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി.
അടുത്തുള്ള സ്ഥലമാണ് നന്ദിപുരം. വടക്കേ നന്ദിപുരം എന്നാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിണ്ടി ഡെക്കറേഷൻസ് നല്ല മോഡൽസ് ഉണ്ടോ നോക്കി നമ്മൾ പതിവ് പോലെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച അത് ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് കാണുന്നതാണ്. ഇടവകയിൽ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതാനും എല്ലാ വീടുകളിൽ തന്നെയും നല്ല ഭംഗിയായിട്ടാണ് പിണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ വീട്ടുകാരും ഏറ്റവും നല്ല പിണ്ടി കുത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ വർഷവും പിണ്ടി ഡെക്കറേഷൻ ചെയ്യുന്നത്. ഒത്തിരി പിണ്ടികൾ നമുക്ക് ഈ ഒരു റോഡിൽ തന്നെ എല്ലാ വീടുകളിലും തന്നെ കാണാം.